ഹലോ, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയി സ്വന്തമാക്കാൻ കഴിയുന്ന മനോഹരമായൊരു വീടിൻ്റെ വിശേഷമാണ് ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഏവർക്കും ഒയാസിസ് പ്രോപ്പർട്ടീസിൻ്റെ മറ്റൊരു പുതിയ വീടിൻ്റെ വിശേഷങ്ങളിലേക്ക് ഹതമായ സ്വാഗതം. വീഡിയോയിലേക്ക് കിടക്കുന്ന മുമ്പ് ആദ്യമായാണ് നിങ്ങൾ ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ എന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് വെക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അതുപോലെ ചെയ്താൽ ഇതുപോലുള്ള വീഡിയോകൾ ദിവസവും ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. ഇനി നമുക്ക് ഈ വീടിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോകാം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ബഡ്ജറ്റ് ഫ്രണ്ട്ലി വീടാണ്. ഈ വീട് വരുന്നത് എറണാകുളം ജില്ലയിലാണ്. എറണാകുളം ജില്ലയിൽ കാക്കനാടിന് വളരെ അടുത്തായി, തൃപ്പൂണിത്തുറയ്ക്ക് സമീപത്തായി കാണിനാട് എന്ന സ്ഥലത്താണ് വീട് നിർമ്മിച്ചിരിക്കുന്നത്. കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്നും 7 കിലോമീറ്റർ മാത്രം ദൂരമാണ് ഈ വീട്ടിലേക്ക് വരുന്നുള്ളൂ. തൊട്ടടുത്തുള്ള ബസ് സ്റ്റോപ്പിലേക്ക് ഏതാണ്ട് ഒരു 400ഓളം മീറ്റർ മാത്രം ദൂരം വരുന്ന ഈ മനോഹരമായൊരു വില്ല പ്രൊജക്റ്റിൻ്റെ ഭാഗമായാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത്. 2018-19 കാലഘട്ടത്തിൽ ഫ്ലഡ് ബാധിക്കാത്ത നല്ലൊരു ലൊക്കേഷനാണ്. ഈ വീട് നിർമ്മിച്ചിരിക്കുന്ന 4 സെൻറ്റ് ഒറിജിനൽ ലാൻഡിലാണ്. 1600ഓളം സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂം, അറ്റാച്ച്ഡ് ബാത്റൂം പ്ലസ് യൂട്ടിലിറ്റി റൂമായാണ് വീട് പണിയിപ്പിച്ചിരിക്കുന്നത്. മനോഹരമായൊരു എലവേഷനിലാണ് വീടിൻ്റെ നിർമ്മാണം. ചുറ്റും കോമ്പൗണ്ട് വാളെല്ലാം ചെയ്തിട്ടുണ്ട്. കോമ്പൗണ്ട് വാളിൻ്റെ പെയിൻറ്റിങ്ങിൻ്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. നല്ല വീതി കൂടിയ റോഡ് സൗകര്യത്തോടുകൂടിയാണ് വീട് പണിതിരിക്കുന്നത്. നമ്മുടെ ലൊക്കേഷൻ കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് 7 കിലോമീറ്റർ ദൂരവും, തൃപ്പൂണിത്തുറ ടൗണിലേക്ക് 10 കിലോമീറ്റർ ദൂരവും, കാക്കനാട് കളക്ടറേറ്റിലേക്ക് 10 കിലോമീറ്റർ ദൂരവും, വൈറ്റില ഹബിലേക്ക് ഏതാണ്ട് ഒരു 14 കിലോമീറ്റർ ദൂരവുമാണ് വരുന്നത്. മാത്രമല്ല, എറണാകുളം ടൗണിൻ്റെ ഏതൊരു ഭാഗത്തേക്കും ഈസിലി ആക്സസ് ലഭിക്കുന്ന ഒരു ലൊക്കേഷനിലാണ് വീട് പണിതിരിക്കുന്നത്. നമുക്ക് വീടിൻ്റെ അകത്തേക്ക് കിടക്കാം. വീടിൻ്റെ മുൻവശത്തായി വിശാലമേറിയൊരു മുറ്റം അവൈലബിൾ ആണ്. 2 വലിയ കാറുകൾ ഒരേ സമയത്ത് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് നൽകിയിട്ടുണ്ട്. വീടിൻ്റെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, മതിലിൻ്റെ മതിലിൻ്റെയും ഫ്രണ്ട് വാളിൻ്റെയും എല്ലാം പെയിൻറ്റിങ് വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഈ വീടിൻ്റെ വാട്ടർ സോഴ്സിനായി നൽകിയിരിക്കുന്നത് കിണർ വെള്ളമാണ്. മാത്രമല്ല, KW കണക്ഷൻ നമുക്കിവിടെ ഓപ്ഷനാണ്. വീടിൻ്റെ മുൻവശത്തായി ഇൻ്റർലോക്ക് ചെയ്ത് ഭംഗിയാക്കിയിരിക്കുന്നു. അത്യാവശ്യം വലിപ്പമുള്ളൊരു സീറ്റ് ഔട്ടാണ് വീടിന് നൽകിയിരിക്കുന്നത്. ഫ്ലോറിങ്ങിനായി ഗ്രാനൈറ്റാണ് ഗ്ലോസി പാറ്റേണിലത് ചെയ്തിരിക്കുന്നത്. മനോഹരമായൊരു ഫ്രണ്ട് ഡോറ്, അത് ടീക്കൂഡ് ചേർത്ത ഫ്രണ്ട് ഡോറ് ഈ വീടിന് അവൈലബിൾ ആണ്. ഇത് ഓപ്പൺ ചെയ്ത് നേരെ കയറി ചെന്ന് ഗസ്റ്റ് ലിവിങ് സ്പേസിലേക്കാണ്. വലിയൊരു TV യൂണിറ്റ് എല്ലാം നമുക്കിവിടെ അവൈലബിൾ ആണ്. ഫോൾ സീലിംഗ് വർക്കുകൾ ചെയ്തിട്ടുണ്ട്. മനോഹരമായ രീതിയിലാണ് ഫ്ലോർ ടൈൽസുകൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ധാരാളം വെന്റിലേഷൻ സൗകര്യങ്ങളെല്ലാം നൽകി നല്ല വിശാലമേറിയൊരു ലിവിങ് സ്പേസാണ് നമുക്കിവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇവിടെ നിന്നും നെക്സ്റ്റ് എൻട്രി വരുന്നത് ഡൈനിങ് ഏരിയയിലേക്കാണ്. ഈ ഒരു ഭാഗം ഡൈനിങ് സ്പേസും ലിവിങ് സ്പേസും തമ്മിൽ പാർട്ടീഷൻ ചെയ്തിരിക്കുന്നു. മൾട്ടിവുഡിലാണ് മനോഹരമായ രീതിയിൽ തന്നെ ചെയ്തിട്ടുള്ളത്. ഇവിടുത്തെ ഡൈനിങ് ഏരിയ ആണ് നമ്മൾ ഈ കാണുന്നത്. ഒരു 8-10 പേർ കപ്പാസിറ്റിയുള്ള ഡൈനിങ് ടേബിൾ യൂസ് ചെയ്യാനുള്ള സ്പേസ് നമുക്കിവിടെ ലഭിക്കുന്നുണ്ട്. ഒരു ഓപ്പൺ കിച്ചണിലാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഫസ്റ്റ് ഫ്ലോറിലേക്കുള്ള സ്റ്റെയർകേസ് എല്ലാം നമ്മുടെ ഈ ഒരു ഡൈനിങ് സ്പേസ് നിന്ന് തന്നെയാണ് നൽകിയിരിക്കുന്നത്. ഇവിടെയാണ് വാഷ് കൗണ്ടർ വരുന്നത്. ഇതിന് വാഷ് കൗണ്ടറിൻ്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. സ്റ്റെയർകേസിൻ്റെ അടിഭാഗത്തായി ഇൻവെർട്ടർ യൂണിറ്റും മറ്റു സ്റ്റോറേജ് സൗകര്യങ്ങളെല്ലാം നൽകിയിട്ടുണ്ട്. നല്ലൊരു സ്പേഷ്യസായ ലിവിങ് സ്പേസും ഡൈനിങ് സ്പേസും നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് ഇവിടുത്തെ കിച്ചൺ ഒന്ന് കാണാം. മനോഹരമായൊരു കിച്ചണാണ്. കൗണ്ടർ ടേബിളെല്ലാം നൽകിയിരിക്കുന്നു. ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ നൽകിയിട്ടുണ്ട്. ധാരാളം കബോർഡ് വർക്കുകൾ ഒരു ക്രീം പാറ്റേണിൽ മനോഹരമായ രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നാനോ വൈറ്റ് ഗ്രാനൈറ്റ് ആണ് കിച്ചൺ ടോപ്പിനായി യൂസ് ചെയ്തിരിക്കുന്നത്. കിഴക്കോട്ടാണ് ഇതിൻ്റെ ഒരു കുക്കി ചെയ്യുന്ന ദിക്ക് വരുന്നത്. തീർത്തും വാസ്തു നിയമപ്രകാരം തന്നെയാണ് വീടിൻ്റെ നിർമ്മാണം. വീടിൻ്റെ കിണർ നിർമ്മിച്ചിരിക്കുന്ന വടക്ക് കിഴക്ക് മൂലയിലും വീടിൻ്റെ ഫ്രണ്ട് ദിക്ക് വരുന്നത് വടക്ക് ദിക്കിലേക്കും തിരിഞ്ഞിരിക്കുന്നു. അത്യാവശ്യം വലിപ്പമുള്ളൊരു വർക്ക് ഏരിയ നിർമ്മിക്കാനുള്ള സ്പേസ് കിച്ചൻ്റെ ബാക്ക് സൈഡ് വരുന്നുണ്ട്. അതിൻ്റെ ഓപ്ഷൻ എല്ലാം നൽകി കഴിഞ്ഞു. ഇവിടുത്തെ ഫസ്റ്റ് ബെഡ്റൂമാണ് നമ്മൾ ഈ കാണുന്നത്. ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു ബെഡ്റൂമാണ് നൽകിയിരിക്കുന്നത്. ധാരാളം വെന്റിലേഷൻ സൗകര്യങ്ങളെല്ലാം നൽകി മനോഹരമാക്കിയൊരു ബെഡ്റൂമാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം നൽകിയിട്ടുണ്ട്. വലിയ വാൾഡ്രോബ് സൗകര്യം വിത്ത് മിറർ ഉൾപ്പെടെയാണത് നൽകിയിരിക്കുന്നത്. മനോഹരമായ രീതിയിലാണ് ഫ്ലോർ ടൈൽസുകളെല്ലാം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഒരു ഡ്രസ്സിങ് ഏരിയ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നേരെ കിരച്ചെന്ന് ഇവിടുത്തെ ബാത്റൂമിലേക്കാണ്. നല്ല സ്പേഷ്യസായ ബാത്റൂമാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇവിടെ സെറയുടെ സാനിറ്റൈസറുകളാണ് നൽകാൻ പോകുന്നത്. അതിൻ്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. നമുക്കിനി ഇവിടുത്തെ ഫസ്റ്റ് ഫ്ലോർ ഒന്ന് കാണാം. സ്റ്റെയർകേസിൻ്റെ ഫ്ലോറിങ്ങിനായി ഗ്രാനൈറ്റും ഹാൻഡിലിനായി GS സ്ക്വയർ ട്യൂബും വുഡുമാണ് നൽകിയിരിക്കുന്നത്. നേരെ കിരച്ചെന്ന് അപ്പർ ലിവിങ് സ്പേസിലേക്കാണ്. വാളുകളിൽ സിമെൻറ്റ് ടെക്സ്ചർ എല്ലാം നൽകി മനോഹരമാക്കിയിരിക്കുന്നു. പറകുളകളെല്ലാം നൽകി നല്ല ഭംഗിയിലാണ് ഈ ഏരിയ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇവിടെ എല്ലാം ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം ചെയ്ത് ഭംഗിയാക്കിയിരിക്കുന്നു. നമുക്കിനി ഇവിടുത്തെ ഫസ്റ്റ് ബെഡ്റൂമിലേക്ക് ഒന്ന് പോകാം. ഫസ്റ്റ് ഫ്ലോറിലെ ഫസ്റ്റ് ബെഡ്റൂമാണ് നമ്മൾ ഈ കാണുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം നൽകിയിട്ടുണ്ട്. വാൾഡ്രോബ് സൗകര്യവും കൂടാതെ ഒരു ഡ്രസ്സിങ് ടേബിളും
മാത്രമല്ല ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം ചെയ്ത് മനോഹരമാക്കിയ ഒരു ബെഡ്റൂമാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ധാരാളം വെന്റിലേഷൻ സൗകര്യങ്ങളെല്ലാം നൽകിയിട്ടുണ്ട്. കൂടാതെ അറ്റാച്ച്ഡ് ബാത്റൂം കൂടി തന്നെയാണ് ഈ ബെഡ്റൂം ഒരുക്കിയിരിക്കുന്നത്. അത്യാവശ്യം വലിപ്പമുള്ളൊരു ബാത്റൂമാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. ബാത്റൂം ഡോറിനായി ഫൈബർ മെറ്റീരിയൽസാണ് യൂസ് ചെയ്തിരിക്കുന്നത്. മനോഹരമായ ബെഡ്റൂമിന് ഫുൾ ലെങ്ത്തിൽ തന്നെ വാൾ ടൈൽസുകളെല്ലാം ഡിസൈൻ ചെയ്തിട്ടുണ്ട്. മാറ്റ് പാറ്റേണിലാണ് ഇവിടുത്തെ ഫ്ലോറിംഗ് ടൈൽസുകൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ലാസ്റ്റ് ബെഡ്റൂമാണ് നമ്മൾ ഈ കാണുന്നത്. ടോട്ടലായി 3 ബെഡ്റൂമുകളാണ് ഈ വീടിന് വരുന്നത്. 2 ബെഡ്റൂമുകൾ ഫസ്റ്റ് ഫ്ലോറിലും ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു ബെഡ്റൂമാണ് നൽകിയിരിക്കുന്നത്. ഈ ബെഡ്റൂമിനും അറ്റാച്ച്ഡ് ബാത്റൂം എല്ലാം നൽകിയിട്ടുണ്ട്. ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം ചെയ്ത് ഭംഗിയാക്കിയ ഒരു ബെഡ്റൂമാണ് നമ്മൾ ഈ കാണുന്നത്. ബാത്റൂം സൈഡിലേക്ക് പോയാൽ നല്ല സ്പേഷ്യസ് ബാത്റൂമും ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ബാത്റൂം ഡോറ് ഫൈബർ മെറ്റീരിയൽസിൻ്റെ ഡോറാണ്. നല്ല മനോഹരമായ ബാത്റൂമാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. നല്ല സ്പേഷ്യസ് ആയി തന്നെ വെറ്റ് ആൻഡ് ഡ്രൈ ഡിവൈഡ് ചെയ്ത് തന്നെ ചെയ്യാൻ പറ്റിയ രീതിയിലാണ് ഇതിൻ്റെ സാനിറ്ററി ഫിറ്റിങ്സുകൾക്കിടെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഇതിനെല്ലാം പുറമെ ഒരു ബാൽക്കണിയും ഒരു യൂട്ടിലിറ്റി റൂം അല്ലെങ്കിൽ ഒരു സ്റ്റഡി റൂമും നമുക്ക് ഈ വീടിന് അവൈലബിൾ ആണ്. ഇവിടുത്തെ യൂട്ടിലിറ്റി റൂം അല്ലെങ്കിൽ സ്റ്റഡി റൂമാണ് നമ്മൾ ഈ കാണുന്നത്. വാഷിംഗ് മെഷീൻ വയ്ക്കാനുള്ള പ്രത്യേക ഏരിയ എല്ലാം ഈ ഒരു ഭാഗത്താണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ടെറസിലേക്കുള്ള സ്റ്റെയർകേസ് എല്ലാം ഇവിടെ നിന്നാണ് പോകുന്നത്. കൂടാതെ ഒരു ബാൽക്കണിയും നമുക്ക് ഈ വീടിന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 4 സെൻറ്റ് ഒറിജിനൽ ലാൻഡിലാണ് വീട് പണിതിരിക്കുന്നത്. 1600ഓളം സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂം പ്ലസ് സ്റ്റഡി റൂം അല്ലെങ്കിൽ യൂട്ടിലിറ്റി റൂമായാണ് വീട് പണിതിരിക്കുന്നത്. ഈ വീടിൻ്റെ വില ഭാഗങ്ങളിലേക്ക് പോയാൽ വീടിന് ചോദിക്കുന്ന വില 64 ലക്ഷം രൂപയാണ്. 64 lakhs. പ്രൈസ് നെഗോഷ്യബിൾ റേറ്റ് ആണ്. എല്ലാ ബാങ്കുകളുടെ ലോൺ സൗകര്യം നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സൈറ്റ് വിസിറ്റിങ്ങിനോ ഓണറുമായി ഡയറക്റ്റ് സംസാരിക്കാനോ ഒയാസിസ് പ്രോപ്പർട്ടീസിൻ്റെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. എല്ലാ ബാങ്കുകളുടെയും ലോൺ സൗകര്യം നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കാനും മറക്കല്ലേ. മറ്റൊരു മനോഹരമായ വീണ്ടും വിശേഷങ്ങളുമായി വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.